നമസ്കാരം, ഞാൻ അജിമോൻ, ഗ്രീൻ ഡെസ്ക് കൊച്ചിൻ. ഞാനിവിടെ ഒരു ഫ്രണ്ട് വാഷിംഗ് മെഷീൻ ഡെമോയാണ് നൽകാൻ പോകുന്നത്. നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ എടുത്ത് കഴിയുമ്പോൾ ആദ്യമായി ഇൻസ്റ്റലേഷനിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ആദ്യമായി നമ്മളുടെ മെഷീൻ 4 ട്രാൻസ്പോർട്ടിംഗ് ബോൾട്ട് ഉണ്ടായിരിക്കും. ഈ ബോൾട്ട് നമ്മൾ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തതിന് ശേഷം വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് വെള്ളം പോകുന്ന പൈപ്പാണിത്. ഇത് നമ്മൾ വേസ്റ്റിൻ്റെ പൈപ്പിൽ ഇടുക. അതിനുശേഷം വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം വരുന്നത് ഈ ഇല്ലറ്റ് ടാപ്പിലൂടെയാണ്. ഈ ടാപ്പിലൂടെ നമ്മൾ വെള്ളം വരുന്നത് ഈ ഇന്നറ്റ് ഹോസിലൂടെയാണ്. ഈ ഹോസ് കണക്ട് ചെയ്യുന്നത് മെഷീൻ്റെ ഇവിടെയാണ്. അതിനുശേഷം ഇതിൻ്റെ ടാപ്പ് മെയിൻ പൈപ്പിൽ കണക്ട് ചെയ്യുക. എപ്പോൾ നമ്മൾ ടാങ്ക് വളരെ ഉയരത്തിൽ തന്നെ ഇരിക്കണം, കാരണം മെഷീന് ആവശ്യമായ ഫോഴ്സിലൂടെ വെള്ളം കിട്ടേണ്ടതാണ്. അതിനുശേഷം നമ്മൾ മെഷീൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുക. ഡോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ തുണികളെല്ലാം ഇതിൽ നിക്ഷേപിക്കുക. 5.5 കിലോ തുണികൾ വരെ നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് തുണികൾ ഇട്ടതിന് ശേഷം ഡോർ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിറ്റർജൻറ്റ് ഇടണം. ഡിറ്റർജൻറ്റ് ഇടുന്ന കമ്പാർട്ട്മെൻറ്റ് ഇതിലാണ്. ഇതിൽ നമുക്ക് ഡിറ്റർജൻറ്റ് ഇടാം. ഇവിടെ നമുക്ക് സിപ്പർ ഷൈൻ, ഉജാല അങ്ങനെയുള്ള കെമിക്കൽസും ഉപയോഗിക്കാം. ഇവിടെയും നമുക്ക് പൗഡർ ഉപയോഗിക്കാം. ഇതൊരിക്കലും നമ്മൾ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോൾ കസ്റ്റമർ കാണാൻ വേണ്ടി മാത്രം റിമൂവ് ചെയ്തതാണ്. അതിനുശേഷം ടാപ്പ് ഓൺ ചെയ്തിരിക്കണം. എപ്പോഴും ടാപ്പ് നിർബന്ധമായി ഓൺ ആയിരിക്കണം. ഓൺ ചെയ്തതിനു ശേഷം നമ്മൾ പവർ ബട്ടൺ ഓൺ ആക്കുക. ഓണാക്കി കഴിയുമ്പോൾ ഇതേപോലെ ഇൻഡിക്കേഷനിൽ വന്ന് മെഷീൻ നിൽക്കും. അതിനുശേഷം നമുക്ക് ഈ ബട്ടൺ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോട്ടൺ എന്ന് പറഞ്ഞ ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ നോക്കുമ്പോൾ 800 സ്പിൻ RPM ഉണ്ട്, 40 ടെമ്പറേച്ചർ ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് പ്ലേ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ വർക്ക് ചെയ്യും. അത് നോർമൽ ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് വാഷിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ഈ ഇൻഡിക്കേഷൻ ഇവിടെ ബ്ലിങ്ക് ചെയ്യേണ്ടിരിക്കും. അതിനുശേഷം വാഷ് തീർന്നതിന് ശേഷം റിൻസ് സ്റ്റാർട്ട് ചെയ്യും. റിൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഈ ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ചെയ്യും. അതിനുശേഷം സ്പിൻ സ്റ്റാർട്ട് ചെയ്യും. സ്പിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 2 ഇൻഡിക്കേഷനും ഓഫായിരിക്കും. ഈ സ്പിന്നിൻ്റെ ഇൻഡിക്കേഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതൊരു ഓപ്ഷൻ, ഒരു മോഡലാണ്, ഒരു ഫംഗ്ഷൻ അതാണ്. അതിനുശേഷം നമുക്ക് ഇപ്പം പ്രീ പ്രോഗ്രാമുകൾ ഫങ്ഷൻസ് ഇതിനകത്ത് ഉണ്ട്. ഡെലിക്കേറ്റ്, വിഡ്, കുക്ക് വാഷ്, റിൻസ് ആൻഡ് സ്പിന്ന്, ബേബി കെയർ, ഡുവെറ്റ്, ഈസി കെയർ, കൊട്ടിനിക്കോ. ഈ ഫംഗ്ഷനിലെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓരോ ഫംഗ്ഷനിൽ നമുക്ക് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇൻഡിക്കേഷൻ മാറുന്നതനുസരിച്ചാണ് ഏത് ഫംഗ്ഷനാണെന്നുള്ളത് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റും. ക്വിക്ക് വാഷിംഗ് എന്ന ഓപ്ഷൻ ഉണ്ട്. ക്വിക്ക് വാഷിംഗ് 30 മിനിറ്റാണ് അതിൻ്റെ വാഷിംഗ് ടൈം. ഈ വാഷിംഗ് ടൈമിൽ വാഷ്, റിൻസ്, സ്പിന്ന് ഇതെല്ലാം നടന്ന് മെഷീൻ ഓഫായിരിക്കും. അതിനുശേഷം നമുക്ക് 3 മിനിറ്റ് ശേഷം മാത്രമേ ഈ ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ഒരു മാഗ്നറ്റിക് ലോക്കാണ് ഈ ഡോറിലുള്ളത്. അപ്പോൾ മെഷീൻ ഓഫായതിനു ശേഷം 3 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ ഡോറിൻ്റെ ഹാൻഡിൽ തുറക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് സ്പിന്ന് മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. റിൻസ്, സ്പിന്ന് മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഓരോ ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതൊരു ടൈം ഡിലേയുടെ സ്വിച്ച് ഉണ്ട്. ഇതിൻ്റെ ആവശ്യകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റുകളിലോ ഓർഗൻസിലും വെള്ളത്തിന് ദൗർലഭ്യമുള്ള സ്ഥലങ്ങളിൽ വെള്ളം വരുന്ന ചിലപ്പോൾ ഓരോ വ്യത്യസ്തമായ സമയങ്ങളിലായിരിക്കും. അപ്പോൾ ആ സമയം തൊട്ട് നമുക്ക് മെഷീനിൽ സമയം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ മെഷീൻ ഓൺ കണ്ടീഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വരുമ്പോൾ തന്നെ മെഷീൻ ഓണായി വാഷ് ചെയ്ത് റിൻസ് ചെയ്ത് സ്പിൻ ചെയ്ത് മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് വായിക്കും. പിന്നെ ഉള്ളത് ഇതിൽ സ്പിന്നിൻ്റെ സ്പീഡ് ഇവിടെ നമുക്ക് മാനുവലായിട്ട് വേരി ചെയ്യിക്കാം. ടെമ്പറേച്ചർ കൺട്രോൾ വെച്ചാൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് തണുത്ത വെള്ളത്തിലും വാഷ് ചെയ്യാം, ചൂടുവെള്ളത്തിലും വാഷ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വാഷിങ്ങിൻ്റെ ടെമ്പറേച്ചറിൻ്റെ കൺട്രോൾ ഉണ്ട്. നോർമലി നമുക്ക് ചൂടുവെള്ളം വേണ്ടെങ്കിൽ കോൾഡ് കണ്ടീഷനാക്കാം. വേണമെങ്കിൽ 30 ഡിഗ്രി, 40 ഡിഗ്രി, 60 ഡിഗ്രി, 95 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് കൂട്ടി വർക്കുകയും ചെയ്യാം. അതിൻ്റെ കൺട്രോൾ ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ സ്പിന്നിൻ്റെ വേരിയേഷൻസ് നമുക്ക് ചെയ്യാം. സ്പിന്നിൻ്റെ സ്പീഡ്, RPM സ്പീഡ് അത് സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഈ കൺട്രോളിൽ നമുക്ക് സെലക്ട് ചെയ്യാം.
പിന്നെയുള്ളൊരു ഫംഗ്ഷൻ നമുക്ക് സ്പിന്ന് മാത്രം നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പിന്ന് മാത്രം മതി, വേറെ ഒന്നും ഒരു ഫംഗ്ഷൻ വേണ്ട. അല്ലെങ്കിൽ കുറച്ച് നല്ല തുണികൾ നമുക്ക് ഉണക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മിഷൻ ഓൺ ചെയ്യുക, ജസ്റ്റ് സ്പിൻ മാത്രം സെലക്ട് ചെയ്യുക, പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ സ്പിൻ ഫംഗ്ഷൻ മാത്രം വയ്ക്കുകയും ബാക്കി വാഷിൻ്റെയും റിൻസിൻ്റെയും ലൈറ്റുകളെല്ലാം ഓഫായിരിക്കുന്നു. സ്പിൻ ഫംഗ്ഷൻ മാത്രമാണ് ഓണായിരിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് മിഷനെല്ലാം വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കോയിനോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെ ഒരിക്കലും പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ മെഷീൻ കംപ്ലൈൻറ്റ് ആവും. പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇൻകേസ് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ അറിയാതെയോ ഒരു പോയി കഴിഞ്ഞാൽ മെഷീൻ എല്ലാ വർക്കും കഴിഞ്ഞ് ഓഫായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റ് നമുക്കിങ്ങനെ തുറന്ന് ഇതിലൂടെ കോയിനോ സെറ്റ് പിന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പ്രവർത്തനം. നന്ദി, നമസ്കാരം.